എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പുതിയ കൂട്ടുകാരൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കിടിലം വീഡിയോ ആണ് കേട്ടോ. ഇതുപോലൊരു ട്രാവൽ ബാഗ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്ച്ചെടുക്കണോ എങ്കിൽ എൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും ഇതുപോലെ ബാഗ് തയ്ച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ തയ്ച്ച് പഠിക്കാനും ഇതുപോലൊരു ബാഗ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നിമിഷ നേരം കൊണ്ട് തയ്ച്ചെടുക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ തുണി കവർ ഉണ്ടെങ്കിൽ എടുത്തോളുക, അതല്ലെങ്കിൽ നമ്മുടെ അരിച്ചാക്ക് ഉണ്ടെങ്കിൽ അരിച്ചാക്ക് എടുത്താലും മതി. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന ഈ തുണി കവറാണ് കേട്ടോ. ഇതൊന്ന് 2 പീസാക്കി എടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തുണി കവറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ബാഗ് തയ്ക്കാനായിട്ട് തുണി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരിയാണ് എടുക്കുന്നത് കേട്ടോ. പഴയ ഒരു സാരിയാണ് ഇന്ന് നമ്മൾ ട്രാവൽ ബാഗ് തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നല്ലൊരു കോട്ടൻ്റെ സാരിയാണ് കേട്ടോ. അതുകൊണ്ട് തയ്ക്കുന്നിടത്ത് എന്തായാലും തുണി നിൽക്കും. കോട്ടൺ തുണിയിൽ തയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നിടത്ത് തുണികൾ നിൽക്കും, അല്ലാത്ത തുണികളൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ സമയം കളയുന്നില്ല. ഈ ഒരു നമ്മുടെ തുണിക്കടയിലെ കവറിൻ്റെ ആ അളവിൽ വേണം നമുക്ക് സാരിയിൽ നിന്ന് ഒരു 4 പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം ഞാൻ അവിടെ കളഞ്ഞിട്ടില്ല. 4 പീസ് ഇതാ സാരി തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാരി തുണി താഴെ വെച്ച് നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടിയ ആ കവർ അതിൻ്റെ നടുക്ക് ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ഒരു തുണിയും കൂടെ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനെ അങ്ങ് ഇടയ്ക്കൂടെ ലൈൻ ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് 3 കൂടെ. അതേപോലെ തന്നെ ഇനി ഒരു പീസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അടുത്ത പീസും കാണിക്കുക. അപ്പോൾ ഇത് എത്ര ഇഞ്ച് അളവിലാണ് എടുത്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ഞാൻ ടേപ്പ് എടുത്തിട്ട് അളന്ന് കാണിക്കുക. ഇത് എത്ര ഇഞ്ച് അളവാണെന്ന് പറഞ്ഞു തരാവേ. അപ്പോൾ ഇതിന് വീതി വന്നിട്ട് 16 ഇഞ്ച് വീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ നീളം വന്നിട്ട് ഒരു 13 ഇഞ്ച് നീളവും 16 ഇഞ്ച് വീതിയിലുമാണ് നമ്മൾ തുണി ഇന്ന് എടുത്തിരിക്കുന്നത്, നമ്മുടെ ട്രാവൽ ബാഗ് തയ്ക്കാനായി കട്ട് ചെയ്തെടുത്ത് തുണി. അപ്പോൾ ഇതുപോലെ നടുക്ക് ഭാഗത്താണ് നമ്മുടെ തുണി കടയിൽ നിന്ന് കിട്ടിയ ആ കവറും വെച്ചിട്ട് ഈ തുണിയും വെച്ചിട്ട് ഇടയ്ക്കൂടെ ലൈനിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അത്രയും ഞാനിവിടെ കാണിക്കുന്നില്ല. ഇതിങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ 2 പീസ് ഇടയ്ക്കൂടെ ലൈനിട്ട് സ്റ്റിച്ച് ചെയ്തതാ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇതെടുക്കുമ്പോൾ നമ്മൾ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് അകത്ത് തയ്ച്ച പോലെ നമുക്ക് ഒരു ബലം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ സാരി തുണി കേട്ടോ. സാരി തുണിയാണെന്നൊന്നും പറയത്തില്ല ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ 2 പീസും ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് 2ആയിട്ട് മടക്കണം. 2ആയിട്ട് മടക്കി കഴിഞ്ഞതിന് ശേഷം താഴ്ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാനിത് അതുപോലെ ഒന്ന് അടയാളം ചെയ്തു. ചോക്ക് വെച്ച് റൗണ്ടിലൊന്ന് വരച്ച് കൊടുത്തിട്ട് അത്രയൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഒരു സൈഡ് മാറ്റിയാൽ മതി. അപ്പോൾ 2 പീസും കൂടെ ഒരുപോലാണ് നമ്മൾ മടക്കിയിട്ട് കട്ട് ചെയ്ത് ഇപ്പോൾ ഇതുപോലെ വരും കേട്ടോ. അത് നമ്മുടെ ബാഗിൻ്റെ മേൽഭാഗം വരുന്ന ഭാഗമാണ് നമ്മൾ ആ ചരിച്ച് വെട്ടിയത് കേട്ടോ. ഇനി ഒരു കാര്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. വള്ളിയൊക്കെ തയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് വള്ളി തയ്ച്ച് സമയം കളഞ്ഞില്ല. അപ്പോൾ ഞാൻ ഈ തയ്ച്ചെടുത്ത വള്ളിയുടെ നീളം ടേപ്പ് വെച്ചിട്ട് ഞാൻ നിങ്ങളെ അളന്ന് കാണിക്കുകയാണ്. 43 ഇഞ്ച് നീളത്തിലാണ് വള്ളി തയ്ച്ചിരിക്കുന്നത്. അതിൻ്റെ വീതി വന്നിരിക്കുന്നത് ഏകദേശം 1.5 ഇഞ്ച് വീതിയുടെ അടുത്തുണ്ട്. അപ്പോൾ ഇതുപോലെ 2 വള്ളി തയ്ച്ചെടുക്കണം. വള്ളിയൊക്കെ എല്ലാവർക്കും തയ്ക്കാൻ അറിയാമല്ലോ. അപ്പോൾ അത്രയും സമയം ഞാൻ കളഞ്ഞില്ല, വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മനസ്സിലാക്കുക. ചോക്ക് വെച്ച് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്യുക. അപ്പോൾ അടയാളം ചെയ്ത് നടുക്ക് ഭാഗം ഇങ്ങനെ അടയാളം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേപ്പ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ വള്ളി പിടിപ്പിക്കേണ്ട ഒന്ന് അടയാളം ചെയ്യാം. ഒരു 3 ഇഞ്ച് നടുക്കുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടൊന്ന് അടയാളം ചെയ്യുക. അപ്പോൾ 2 സൈഡിലുമായിട്ട് 3 ഇഞ്ച് വെച്ച് അടയാളം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ മേളിൽ നിന്ന് താഴെ വരെ എത്ര നീളത്തിലെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 ഇഞ്ച് നീളത്തിലാണ് വള്ളി താഴോട്ട് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ താഴെ വശം അതേപോലെ തന്നെ ആ 3 ഇഞ്ച് അടയാളം ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 3 ഇഞ്ച് അടയാളം ചെയ്യുക. അപ്പോൾ ഈ ഒരു പീസിലാണ് ഞാൻ ഇതുപോലെ അടയാളം ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ ഒരു പീസ് കൂടെ ഉണ്ട്. ഇതേപോലെ തന്നെ അടുത്ത പീസിലും ഇതുപോലെ തന്നെ അടയാളം ചെയ്യണം. എന്നിട്ട് ആ 3 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് 2 സൈഡിലും അടയാളം ചെയ്തെടുത്ത് ഇതുപോലെ നമുക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് വള്ളി തയ്ച്ച് വെക്കുന്ന സമയത്ത്
കറക്റ്റായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. ഇതാ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത പീസിലും വരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വള്ളി പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ കാണിച്ചു തരാവേ. വള്ളി പിടിപ്പിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്, എന്നാലും വള്ളി വെച്ച് കാണിക്കണമേ. ഇതുപോലെ മേളിൽ നിന്ന് ആ വരച്ച വരയുടെ അവിടുന്ന് ഇതാ രണ്ട് സൈഡിലുമായിട്ട് വള്ളിയുടെ രണ്ട് തുമ്പ് ഇതാ എടുത്ത് ഇങ്ങനെ മേളിൽ നിന്ന് തൊട്ട് താഴെ വരെ നമ്മൾ ആ അടയാളം ചെയ്ത് അവിടം വരെ വള്ളി സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഇതാ ഈ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഇതാ 4 സൈഡും തയ്ച്ച് വെക്കണം. കുറച്ച് ഭാഗം നമ്മൾ തയ്ക്കാതിരിക്കുക. അപ്പോൾ ഇനി അതൊന്ന് തയ്ച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരിടത്ത് ഞാൻ വള്ളി എങ്ങനെയാണ് തയ്ച്ച് വെക്കുന്നതെന്നുള്ളത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വള്ളി തയ്ച്ച് വെക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം നമുക്കിപ്പോൾ ചെയ്യാമായിരുന്നു. ഈ വള്ളി തയ്ച്ച് വെക്കുന്നതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഓപ്പണായിട്ടിരിക്കുന്ന ഒരു പോക്കറ്റ് വേണേൽ കൊടുക്കാമായിരുന്നു. ഞാനിത് ആ തയ്ച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനത് ചിന്തിച്ചില്ല. പിന്നീടാണ് ചിന്തിച്ചത് ഈ വള്ളി വരുന്നതിൻ്റെ നടുക്കായിട്ടൊരു പോക്കറ്റ് കൊടുത്താൽ നല്ലതായിരുന്നു എന്ന് ഈ ഓഡിയോ കൊടുത്ത സമയത്ത് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇപ്പോൾ പോയ കുത്തി ആന പിടിച്ചാൽ കിട്ടത്തില്ലല്ലോ. എന്തായാലും വള്ളി തയ്ച്ച് പോയി, പായകം തയ്ച്ച് പോയി. അപ്പോൾ ഇതാ ഒരു സൈഡിൽ കറക്റ്റായിട്ട് ഞാൻ ആ വള്ളി തയ്ച്ച് വെക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത ഈ ബാഗിൻ്റെ ഭാഗമുണ്ടല്ലോ, ആ സ്ഥലത്തും ഇതേപോലെ തന്നെ വള്ളി തയ്ച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരിടത്ത് കറക്റ്റായിട്ട് വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത വശത്തുള്ള വള്ളി അടുത്ത തുണിയിൽ കറക്റ്റായിട്ട് തയ്ച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ തയ്ച്ച് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റൗണ്ട് പിടിപ്പിക്കാനുള്ള തുണി ഇനി നമുക്ക് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ എത്ര ഇഞ്ച് അളവുണ്ടെന്നൊന്ന് നമ്മൾക്ക് ടേപ്പ് വെച്ച് അളന്ന് നോക്കണം. ഇതിൻ്റെ താഴ്ഭാഗം പിടിപ്പിക്കാൻ ഒരു സ്ക്വയറായിട്ടൊരു തുണി വേണം. അതിപ്പോൾ നമ്മൾ അളക്കുന്നില്ല. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ നമുക്ക് ടേപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കാം. എത്ര ഇഞ്ച് നീളത്തിൽ തുണി എടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാനാണ് ഇതുപോലെ ടേപ്പ് കൊണ്ട് അളന്ന് നോക്കുന്നത്. അളന്ന് നോക്കിയപ്പോഴത്തേനും കാണിക്കുന്ന 40 ഇഞ്ചാണ് കാണിക്കുന്നത്. 40ൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് എടുത്തോളുക. അപ്പോൾ ഞാൻ നമ്മുടെ സാരി എടുത്തിട്ട് ഒരു 8 ഇഞ്ച് വീതിയും 41 ഇഞ്ച് നീളത്തിലും ഈ സാരിയിൽ നിന്ന് 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കും കേട്ടോ. 2 പീസ് കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഇനി ഇതുപോലെ നീളത്തിൽ എടുക്കാനില്ല. അപ്പം നമ്മുടെ അരിച്ചാക്കിൻ്റെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 41 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയിൽ ഈ 2 തുണിയും കൂടെ വെച്ച് അതിൻ്റെ നടുക്ക് അരിച്ചാക്കുമായിട്ട് വെച്ച് ഇതാ ഇടയ്ക്കൂടെ ലൈൻ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന തുണിയിൽ നിന്ന് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് ഇനി ഇത് മാറ്റും. ഈ ഫ്രണ്ട് വശത്ത് സിബ്ബാണ് വരുന്നത്. ആ സിബിൻ്റെ നീളം ഏകദേശം 16 ഇഞ്ച് നീളത്തിൽ സിബ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഇതുപോലെ നമുക്ക് സിബ് വരുന്നുണ്ട്. അത്രയും തുണി സിബിനുള്ള തുണി ആണ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോകുന്നത്. ഈ 41 ഇഞ്ച് തുണി നമ്മൾ നീളത്തിൽ തയ്ച്ചുകൊണ്ട് വന്നതിനകത്ത് ആ സിബിൻ്റെ നീളത്തിൽ നമ്മൾ ആദ്യം തുണി അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ സിബ് എടുത്ത് വെച്ചിട്ട് ഞാൻ അത്രയും തുണി അതിൽ നിന്ന് കട്ട് ചെയ്ത് നേരെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സിബ് വെച്ച് തയ്ക്കേണ്ട തുണി ഇതുപോലെ ഒന്ന് നേർപകുതിയായിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയിട്ട് അത് നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ നടുക്ക് നമുക്ക് സിബ് വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ബാഗിൻ്റെ ഫ്രണ്ട് ഓപ്പൺ വരുന്നിടത്ത് വരുന്ന ഇതുപോലെ സിബ് നടുക്ക് വെക്കും. അപ്പുറം ഇപ്പുറം ഈ തുണി വെച്ച് തയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ബാക്കി തുണിയുണ്ടല്ലോ, ആ തുണി ഇനി നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കുക. അതിൻ്റെ ബാക്കിയുള്ള തുണിയാണ് 41 ഇഞ്ച് നീളത്തിലെടുത്ത് 8 ഇഞ്ച് വീതിക്കെടുത്ത തുണിയിൽ സിബിന് വേണ്ടി കുറച്ച് നമ്മൾ മാറ്റി അതിൻ്റെ ബാലൻസ് തുണി രണ്ടായിട്ട് മടക്കിയിട്ട് നേർപകുതിയായി കട്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഒരു 3 ഇഞ്ച് താഴ്ചയിലൊന്ന് ഇതുപോലൊന്ന് അടയാളം ചെയ്യാം. 2 സൈഡിലുമായിട്ട് 3 ഇഞ്ച് താഴ്ചയിലൊന്ന് അടയാളം ചെയ്തിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് നേരെ ഒന്ന് കട്ട് ചെയ്യുക. ഇതെന്തിനാണെന്നുള്ളതെന്നറിയാവോ? ഇത് നമ്മുടെ ട്രാവൽ ബാഗിൻ്റെ സൈഡിൽ പോക്കറ്റ് വരുന്നില്ലേ, ആ പോക്കറ്റിനുള്ള 2 പോക്കറ്റിനുള്ള തുണിയാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത്. അതിലിങ്ങനെ സിബ് വെച്ചിട്ട് ഇതിങ്ങനെ 2 പീസും തയ്ക്കുമ്പോഴത്തേനും പോക്കറ്റിനുള്ള തുണിയായി. അപ്പോൾ അത് തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ സിബ് നമുക്ക് ഈ നീളത്തിൽ തുണി നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തല്ലോ, അതിൽ നമുക്ക് സിബ് പിടിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ തുണിയുടെ ഒരു വശത്ത് നമ്മൾ ഈ സിബ് ഇതുപോലെ നീളത്തിൽ പിടിപ്പിക്കുക. എന്നിട്ട് ആ സിബിൻ്റെ ആ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ. അടുത്ത വശവും കൂടെ ഒന്ന് തയ്ച്ച് പിടിപ്പിച്ചിട്ട് 2 സൈഡും ഒന്ന് പതിച്ച് തയ്ച്ചാൽ മതി. അപ്പോൾ സിബിൻ്റെ അടുത്ത വശത്ത് നമ്മൾ അടുത്ത പീസ് തുണി നേരെ പിടിപ്പിച്ചിട്ടുണ്ട്.
ഇനി ഇത് നിവർത്തിയിട്ട് 2 സൈഡും ഒന്ന് പതിച്ച് വയ്ക്കണം. ആ സിബിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് തയ്ച്ചേക്കണം കേട്ടോ. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ സിബ് നമ്മൾ ആ തുണിയിൽ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പോക്കറ്റ് നമുക്ക് തയ്ച്ചെടുക്കണ്ടേ. അപ്പോൾ പോക്കറ്റിൻ്റെ ഒരു സൈഡിൽ തുണി എടുത്തിട്ട് ഇതാ ആ സിബ് സൈഡിൽ ഇങ്ങനെ പിടിപ്പിക്കുകയാണേ. അപ്പോൾ ഇതാ ഒരു സിബ് നേരെ തയ്ച്ച് വെച്ചു. അതിൻ്റെ അടുത്ത വശത്തായിട്ട് നമുക്ക് അടുത്ത തുണി തയ്ച്ച് പിടിപ്പിക്കണം. ആദ്യം ഇതൊന്ന് പതിച്ചുകൂടെ തയ്ക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ സിബിൻ്റെ ആ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സിബിൻ്റെ അടുത്ത വശത്ത് അടുത്ത പീസ് തുണിയെടുത്ത് നേരെ തയ്ക്കുക. ഇതുപോലെ ഒരു പോക്കറ്റ് കൂടെ തയ്ച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പോക്കറ്റ് തയ്ക്കുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതേ സെയിം ആയിട്ട് ഒരു പോക്കറ്റ് കൂടെ നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അതിൽ സിബ് പിടിപ്പിക്കണം കേട്ടോ. 2 പോക്കറ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരെണ്ണത്തിൽ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അളവിൽ തന്നെ 2 ലൈനിങ് തുണി വേണം കേട്ടോ. ആ ലൈനിങ് തുണിയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ 4 സൈഡും അങ്ങ് തയ്ച്ച് പിടിപ്പിക്കണം. അത് ഞാനിവിടെ കാണിക്കുന്നില്ല. 4 സൈഡും ആ ലൈനിങ് തുണി വെച്ചിട്ട് അങ്ങ് തയ്ച്ച് പിടിപ്പിച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ അത് 2 എണ്ണം അതേപോലെ ചെയ്യണേ. അപ്പോൾ അതാ 2 പോക്കറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സിബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രണ്ടിൽ വരുന്ന സിബ് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ട് ഈ പോക്കറ്റ് ഇതുപോലെ വയ്ക്കുക. ഇതാ അടുത്ത പീസും എടുത്ത് ഇതുപോലെ 2 സൈഡിലായിട്ട് വെച്ച് ഇത് തയ്ച്ചുകൊണ്ട് വരണം. അപ്പോൾ അതും ഞാനിവിടെ കാണിക്കുന്നില്ല. ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് വരിക കേട്ടോ. അങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിൽ പോക്കറ്റ് നമ്മൾ ആ സിബ് മെയിൻ സിബ് വരുന്ന ആ തുണിയുടെ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നേർ പകുതിയായിട്ടൊന്ന് മടക്കിയിട്ട് ചോക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ. ഇതുപോലെ അടയാളം ചെയ്തിട്ട് നമ്മുടെ ബാഗിൻ്റെ തുണി വള്ളിയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങെടുക്കുക. അതെടുത്തിട്ട് അതിൻ്റെ നേർ പകുതിയായിട്ട് ഒന്ന് മടക്കണം. ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കുക. മടക്കിയിട്ട് ആ മേൽവശം ആ സിബ് വരുന്ന ഭാഗം മേൽവശത്ത് ഇത് അവിടെ കറക്റ്റായിട്ട് അവിടെ ഒന്ന് സെൻറ്റർ ഭാഗം ഒന്ന് അടയാളം ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത പീസും എടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ആ സിബ് പിടിപ്പിച്ച ആ തുണിയായിട്ട് ബാഗിൻ്റെ തുണിയുടെ ആ നമ്മൾ കറക്റ്റ് സെൻറ്റർ ഭാഗം അടയാളം ചെയ്തെടുത്തേക്ക് കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ 2 പീസും കൂടെ ഒരുപോലെ വെച്ചിട്ട് തയ്ക്കണം കേട്ടോ. ഇത് ഫുള്ളായിട്ട് ആദ്യം ഒരു പീസ് ഇതാ ഇങ്ങനെ തയ്ക്കുക. എന്നിട്ട് ആ സിബ് വെച്ചതിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് അടുത്ത പീസ് റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വശത്ത് നമുക്ക് പിടിപ്പിക്കാനുള്ള തുണി വേണം. അപ്പോൾ ആദ്യം ഒന്ന് ഇത്രയൊന്നും നമുക്ക് ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇനി നമുക്ക് ബാഗിൻ്റെ താഴെ വശത്ത് ഇതാ ഇവിടെ പിടിപ്പിക്കാനായിട്ട് നമുക്ക് സ്ക്വയറായിട്ടുള്ള തുണി വേണം കേട്ടോ. സ്ക്വയറായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീതിയിൽ തന്നെയുള്ള തുണി എടുക്കുന്നത്. അവിടുത്തെ വീതി എന്ന് പറഞ്ഞാൽ നമ്മൾ 8 ഇഞ്ച് വീതിയാണ്. നമ്മൾ സിബൊക്കെ പിടിപ്പിച്ചില്ലേ, 2ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തില്ലേ, നമ്മൾ അരിച്ചാക്കൊക്കെ വെച്ച് തയ്ച്ചെടുത്തില്ലേ, അതേപോലെ തന്നെ വീതിയും നീളം എടുക്കുന്നത് 16 ഇഞ്ച് നീളമാണ്. താഴെ വശത്ത് വരുന്ന നീളം 16 ഇഞ്ച് നീളമാണ് വരുന്നത്. അതിനെ വീതി എടുക്കുമ്പോൾ 8 ഇഞ്ച് വീതി എടുക്കുക. അങ്ങനെ 2 പീസ് തുണിയെടുത്ത് നമ്മൾ കട്ടിയുള്ള സാധനം അരിച്ചാക്ക് പോലെ വെച്ച് അതൊന്ന് തയ്ച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ അത് ഞാനിവിടെ തയ്ക്കുന്ന കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു പീസ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സിബൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് നമ്മൾ അരിച്ചാക്ക് വെച്ച് 2 തുണി കൂടെ ഒരുമിച്ച് വെച്ച് ഇടയ്ക്കൂടെ ലൈനിട്ട് തയ്ച്ചില്ല, അതേപോലെ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ.
അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് മനസ്സിലാക്കണം, അവിടെ ഒന്ന് അടയാളം ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നീളത്തിലൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കണം. രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലൊന്ന് ചോക്ക് വെച്ചൊന്ന് അടയാളം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് സൈഡും അങ്ങനെ അടയാളം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാഗ് എടുക്കുക. ബാഗ് എടുത്തിട്ട് ഇത് കറക്റ്റായിട്ട് താഴെ വശത്ത് ഇതാ സ്ക്വയർ പോലെ വെച്ചങ്ങ് തയ്ച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ബാഗിൻ്റെ ഇതാ കറക്റ്റായിട്ട് ആ സൈഡ് ഭാഗം ഇതുപോലെ കറക്റ്റ് അവിടെ ഒന്ന് സെൻറ്ററിൽ ഒന്ന് മനസ്സിലാക്കി അവിടെ ചോക്ക് വെച്ച് അടയാളം ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചോക്ക് വെച്ച് നമ്മൾ കറക്റ്റ് സെൻറ്റർ ഭാഗം മനസ്സിലാക്കി അടയാളം ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പിടിപ്പിക്കുന്ന പീസ് കറക്റ്റായിട്ട് ആ സെൻറ്റർ നോക്കി വെച്ചിട്ട് വേണം നമുക്കിത് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ. ഇനി ഈസിയാണ് കേട്ടോ. ഇതാ ഇതുപോലെ അങ്ങോട്ട് എടുത്ത് വെച്ചേച്ച് നമുക്ക് 4 സൈഡും അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഇതേപോലെ വെച്ചിട്ട് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് തയ്ച്ച് കാണിക്കുമ്പോഴത്തേനും ഒരുപാട് ലോങ് ആകുന്നു വീഡിയോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ച് കാണിക്കുന്നത്. ഇത് 4 സൈഡ് അങ്ങ് പിടിപ്പിച്ചാൽ മതിയോ, കറക്റ്റ് നമ്മൾ അളവിന് ഉള്ള തുണി എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഇതാ ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ 4 സൈഡും തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ബാഗിൻ്റെ ഈ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി ഉൾഭാഗത്ത് നമുക്ക് ലൈനിങ് എടുത്തിട്ട് ഇത് ആ തയ്യൽ തുമ്പ് വേണമെങ്കിൽ നമുക്ക് ആ തുണി വെച്ച് ഇങ്ങനെ ചെറിയ രീതിയിൽ മടക്കി തയ്ച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. പിന്നെ ഞാനിതാ ബാഗ് നല്ല വശമാക്കി എടുക്കുകയാണ്. ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. നല്ല കിടുക്കാച്ചി ബാഗാണ് നമ്മളിവിടെ തയ്ച്ചെടുത്തിരിക്കുന്നത്. അടിപൊളി ബാഗായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാഗിൻ്റെ ഉൾവശം കണ്ടോ, ഒരുപാട് സാധനം ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ഒരു ട്രാവൽ ബാഗാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. 2 സൈഡ് 2 പോക്കറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വള്ളി പിടിപ്പിച്ച സമയത്ത് ആ കറക്റ്റ് സെൻറ്ററിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു പോക്കറ്റ് കൂടെ കൊടുക്കാമായിരുന്നു, അവിടെയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കൊടുത്തില്ല, അങ്ങനെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. ഇപ്പോൾ ഈ 2 സൈഡിലായിട്ട് 2 പോക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കിഡിലം ബാഗായിട്ട് നമുക്ക് തയ്ച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആ മേശയിൽ ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. ഇപ്പോൾ സാധനം ഒന്നും ഞാൻ വെച്ചിട്ടില്ലേ, ഇങ്ങനെ തന്നെ ഈ ബാഗ് ഇരുന്നോളുവേ. നമ്മൾ ഇതിന് കട്ടി കിട്ടാൻ വേണ്ടി നമുക്ക് തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സഞ്ചിയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ നമുക്ക് ബാഗ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഇങ്ങനത്തെ ട്രാവൽ ബാഗ് ആരും തയ്ച്ച് നോക്കിയിട്ടില്ല. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. ഞാനിതൊരു പഴയ സാരിയിൽ ചെയ്തതാണ്. ഇത് നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ ഒരു ബാഗല്ലേ. ഈ ഒരു ബാഗ് നമ്മൾ കടയിൽ ചെന്ന് കാശ് കൊടുത്ത് മേടിക്കണം, എത്ര രൂപയ്ക്ക് മേടിക്കേണ്ടി വരും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ട്രാവൽ ബാഗ് തയ്ച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.